തൃശ്ശൂരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലഹരി വിൽപ്പന കേസിൽ പിടിയിലായ ഒരു പ്രതി കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ സംഭവം വരുന്നുണ്ട്. ബംഗളൂരുവിൽ തെളിവെടുപ്പിനിടയിൽ മനക്കൊടി സ്വദേശിയായ ആൽവിനാണ് ചാടിപ്പോയത്. തൃശ്ശൂർ നെടുപുഴയിൽ വാടക വീടെടുത്ത് ലഹരി വിൽപ്പന നടത്തിയതിനാണ് ആൽവിൻ പിടിയിലായത്. ലെവിനാണ് ഈ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നത്. ലെവിൻ, ഇയാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സേതു, ബാംഗ്ലൂരിൽ വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇന്നലെ തെളിവെടുപ്പിനായി എത്തിച്ച് അവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചു വരുന്നതിനിടെ പോലീസുകാർ ഇയാളെ വിലങ്ങ് വെച്ച് ആ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. പക്ഷേ തന്ത്രപൂർവമായി പോലീസുകാർക്കിടയിൽ നിന്നും ഈ മുറിയുടെ താക്കോൽ കൈക്കലാക്കിയ പ്രതി വിലങ്ങോടുകൂടി രക്ഷപ്പെട്ടതായാണ് തൃശൂർ നെടുപുഴ പോലീസ് പറയുന്നത്. ഈ സംഭവത്തിൽ ഈ രക്ഷപ്പെട്ട പ്രതി ആൽവിൻ അടക്കം 5 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഈ മാസം 6-നായിരുന്നു തൃശൂർ നെടുപുഴയിലെ വീട്ടിൽ MDMA അടക്കമുള്ള രാസലഹരി വസ്തുക്കൾ തൂക്കി വിൽപ്പന നടത്തി വന്നിരുന്ന പ്രതികളെ പോലീസ് പിടികൂടുന്നത്. ആൽബിൻ, സഹോദരൻ അബിൻ എന്നിവരടക്കം 5 പ്രതികളായിരുന്നു അന്ന് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇവരെ എല്ലാവരെയും പോലീസ് സാഹസികമായി തന്നെ 6-ന് പിടികൂടുകയും ചെയ്തു. പിടികൂടിയതിനു ശേഷം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ 2 പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. അവരെ പിന്നീട് പോലീസ് കീഴ്പ്പെടുത്തി പിടികൂടുകയും ചെയ്തു. ഇതിന് ഈ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ റിമാൻഡ് ചെയ്ത് തെളിവെടുപ്പിനും മറ്റുമായി ഇന്നലെ ബാംഗ്ലൂരിൽ എത്തിച്ചപ്പോഴാണ് ആൽവിൻ എന്ന പ്രതി, ഈ കേസിലെ മുഖ്യപ്രതിയാണ്, ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് തന്ത്രപൂർവ്വമായി രക്ഷപ്പെടുന്നത്. ലോഡ്ജ് മുറിയിൽ നിന്നും പൈപ്പ് വഴി ജനൽ വഴി ഇറങ്ങി പൈപ്പ് വഴി ഊർന്നിറങ്ങിയ പ്രതി താഴെ എത്തിയതിനു ശേഷമാണ് പോലീസ് കാണുന്നത്. ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നതിനായി ബാംഗ്ലൂർ പോലീസിന്റെ കൂടി സഹായം ലെവിൻ, അപ്പോ ലഹരി കേസ് പ്രതിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൽവിൻ. ഇയാളാണ് ചാടിപ്പോയിരിക്കുന്നത്. ബംഗളൂരുവിൽ നടക്കുന്ന തെളിവെടുപ്പിനിടയിൽ ഇയാൾക്കായുള്ള തെരച്ചിലാണ് പോലീസ്. ലെവിനാണ് വിവരങ്ങൾ നൽകിയത്.